ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന മിക്സ്ചർ ഉണ്ടല്ലോ, നമുക്ക് എന്തുകൊണ്ട് വീട്ടിലുണ്ടാക്കിക്കൂടാന്ന്. അപ്പം ഇന്ന് ഞാൻ മിക്സ്ചർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. 2 തരം മിക്സ്ചർ ഉണ്ടാക്കുന്നുണ്ട്, സ്വീറ്റ് മിക്സ്ചറും സ്പൈസി മിക്സ്ചറും. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് റെഡിയാക്കാം. ആദ്യം നമുക്ക് 250 ml 2 ബൗള് കടലമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ 1 ബൗള് കടലമാവ് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. കുറേശ്ശെയായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കട്ട കൂടാതെ തരികളൊന്നും ഇല്ലാതെ നമുക്കതൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കുന്നുണ്ട്. ദോശമാവ്, ഇഡ്ഡലി മാവൊക്കെ ഇല്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. ഇത് നമുക്കൊരു 3 ബൗളുകളിലേക്ക് മാറ്റിയെടുക്കണം കേട്ടോ. ഒരു ബൗളിൽ നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല, ബാക്കി 2 ബൗളിൽ നമ്മൾ കളർ ചേർക്കുന്നുണ്ട്. അങ്ങനെ 3 ബൗളിലേക്കായിട്ട് ഞാൻ മാറ്റുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. നമ്മളൊരു ബൗളിൽ 2 ഡ്രോപ്സ് റെഡ് കളറിലുള്ള ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. മറ്റേ ബൗളിൽ നമ്മൾ ഗ്രീൻ കളർ ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത്. അതും സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4-5 വറ്റൽമുളകും ഒരു 4-5 വെളുത്തുള്ളിയും വേണം. വെളുത്തുള്ളി ചതച്ചെടുത്ത് വെക്കണം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കടലമാവുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്തിട്ട് ഡൗ തയ്യാറാക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായം പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് ഡൗ റെഡിയാക്കാം. അതിലേക്ക് 1 സ്പൂണ് ഓയിലും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ പൊട്ടുകടല, ഞാൻ കുറച്ച് കൂടുതൽ പൊട്ടുകടലയും കപ്പലണ്ടിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊട്ടുകടല ഒരു 3-4 സെക്കൻഡ് ആകുമ്പോഴേക്കും നമുക്ക് ഈ പൊട്ടുകടല വറുത്ത് കിട്ടും. അത് വറുത്ത് കോരി വയ്ക്കാം. ആ എണ്ണയിൽ തന്നെ നമുക്ക് കപ്പലണ്ടി വറുത്തെടുക്കാം. അതും നമുക്ക് വറുത്ത് കോരി വേറൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബൂന്തി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാറ്റർ മാറ്റി വെച്ചിട്ടില്ലേ, അത് നമുക്ക് ബൂന്തി ഒഴിച്ച് നമുക്കിതിലേക്ക് ഈ എണ്ണയിൽ ഒഴിച്ച് ഉണ്ടാക്കാം കേട്ടോ. ആദ്യം ഞാൻ കളർ ചേർക്കാത്ത ബൂന്തി വറുത്തെടുത്തു. അതിനുശേഷം ഞാൻ കളർ ചേർത്തത് ഓരോന്നായിട്ട് വറുത്തെടുത്തു കേട്ടോ. അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് കാരണം നമ്മൾ കുറേശ്ശെ തുള്ളിയായിട്ട് ഇങ്ങനെ ഒരു കണ്ണാപ്പ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തുള്ളിയായിട്ട് വീണ് അതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. ആ എണ്ണയിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി ചതച്ചതും പിന്നെ കരിവേപ്പിലുണ്ടെങ്കിൽ കരിവേപ്പിലയും വറ്റൽമുളകും വറുത്തെടുക്കാം. ഇവിടെ കരിവേപ്പില എൻ്റെ കയ്യിലില്ല, അപ്പോൾ ഞാൻ കരിവേപ്പില ഇട്ടിട്ടില്ല. അപ്പോൾ വറ്റൽമുളകും വെളുത്തുള്ളിയും ഞാൻ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഡൗ ഇട്ടിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞ് ഈ എണ്ണയിൽ വറുത്തെടുക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും പെട്ടെന്ന് ഇത് വറുത്തെടുത്ത് ബ്രൗൺ കളറാവും കേട്ടോ. അത് മാറ്റി വയ്ക്കാം. അങ്ങനെ 3-4 ബാച്ചായിട്ട് ഞാനിത് മുഴുവൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ സമയം കൊണ്ട് ഇത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് 1/2 ബൗൾ, ഞാൻ എടുത്തത് ഒരു 1/2 ബൗള് പഞ്ചസാര പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ.
നമുക്ക് വറുത്തെടുത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പകുതിയിലധികം ഈ നമ്മൾ സേവ ഉണ്ടല്ലോ അത് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് പൊടിച്ചെടുക്കുക. കൈകൊണ്ട് പൊടിച്ചാൽ മതി. നന്നായിട്ട് മീൻസ് നമുക്കറിയാമല്ലോ മിക്സറിലേക്ക് എന്തോരം വലിപ്പമുള്ള സേവയാണ് വേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പൊട്ടുകടലയിൽ നിന്ന് 3/4 ഭാഗത്തോളം പൊട്ടുകടലയും കപ്പലണ്ടിയും 3/4 ഭാഗത്തോളം, പിന്നെ കളർ ചേർക്കാത്ത ബൂന്തി ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കായംപൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം ചേർത്തിട്ടൊന്ന് ഇളക്കണം. നമുക്ക് എരിവ് അധികം വേണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി മതി കേട്ടോ. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടിയിട്ടൊന്ന് കൈക്കൊണ്ടൊന്ന് മിക്സാക്കി വെക്കാം. നമ്മുടെ സ്പൈസി മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കുറച്ച് ഒരു ബൗള് തികച്ചെടുത്തിട്ടില്ല, 1/2 ബൗള് പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ നമ്മൾ സേവയിൽ ബാക്കി വെച്ചിട്ടുള്ള സേവയും ബാക്കിയുള്ള കപ്പലണ്ടി, കടലപ്പരിപ്പ്, റെഡ് കളറും ഗ്രീൻ കളറും ബൂന്തി എല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് ഇപ്പോൾ ഈ പഞ്ചസാരയും കൂടെയും ഇട്ട് നമ്മളൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. പഞ്ചസാര കൂട്ടി നമുക്ക് ഒരു ഏലക്ക കൂടി പൊടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സാക്കി കൊടുക്കുക. നമുക്ക് സ്വീറ്റ് മിക്സ്ചറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് മിക്സ്ചറാണ്. സ്വീറ്റ് മിക്സ്ചർ, സ്പൈസി മിക്സ്ചർ, ഇതാണ് ഇന്നത്തെ ചായയുടെ കൂടെയുള്ള സ്നാക്ക്. ഞാൻ പാലൊഴിച്ച ചായയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ എൻ്റെ